ഹായ് ഗായ്സ്, അഖിൽ ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാച്ചേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 9 നോമിനേഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2 പേർ എന്തായാലും പുറത്താവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്യുന്നതും കൂടെ നിങ്ങളുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ അപേക്ഷിച്ച് വളരെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 1-ാം പൊസിഷനിൽ ജിൻഡോ തന്നെയാണ് പിടിച്ചടക്കിയിരിക്കുന്നത്. ജിൻഡോ ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3,64,211 എന്ന കൂറ്റൻ വോട്ട് നേടിയാണ് 1-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. തുടക്കത്തിലും ഉള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ കണ്ടുവരുന്നില്ല. എന്നിരുന്നാൽ കൂടെ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. 3,32,123 വോട്ട് നേടി 2-ാം പൊസിഷനാണ്. 3-ാം പൊസിഷനിൽ ഋഷിയാണ് തുടരുന്നത്. ഋഷി നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടു പിന്നാലെയുണ്ട് അഭിഷേകിൻ്റെ തൊട്ടു പിന്നാലെ 3,15,640 വോട്ട് നേടി 3-ാം പൊസിഷൻ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഋഷി. ഏത് നിമിഷവും മറിയാൻ ചാൻസ് ഉണ്ട്. 4-ാം പൊസിഷനിൽ ശ്രീതുവാണ്. ശ്രീതുവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് നേടിയിട്ടുണ്ട്. 2,76,877 വോട്ട് നേടി 4-ാം പൊസിഷനാണ്. 5-ാം പൊസിഷനിൽ ഇപ്പോഴും അൻസിബ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ 6-ലായിരുന്ന അൻസിബ 5-ാം പൊസിഷനിൽ കയറിയതിന് ശേഷം ഒരു ഘട്ടത്തിലും താഴോട്ട് വന്നിട്ടില്ല. 2,73,201 വോട്ട് നേടി 5-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ്. 6-ാം പൊസിഷനിൽ നോറ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ 5-ാം പൊസിഷനിലായിരുന്ന നോറ ഇന്നലത്തോടെ പിന്നിലേക്ക് ഇറങ്ങി. പിന്നെ ഒരു ഘട്ടത്തിലും മുന്നിലേക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 2,72,979 വോട്ട് നേടി 6-ാം പൊസിഷൻ തുടരുകയാണ്. 7-ാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2,60,107 വോട്ട് നേടി 7-ാം പൊസിഷനിൽ സേഫായി നിലകൊള്ളുകയാണ്. ഡേഞ്ചറാണെന്ന് ഇപ്പോഴും പറയുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 8-ാം പൊസിഷനിൽ ജാൻമണിയാണ്. ശരണ്യെ അട്ടിമറിച്ചുകൊണ്ട് ജാൻമണിയാണ് കയറി വന്നത് 8-ാം പൊസിഷനിൽ. അതിനുശേഷം ഒരു ഘട്ടത്തിലും താഴോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 8-ാം പൊസിഷനിൽ നില ഉറപ്പിച്ചിരിക്കുന്നത്. 2,57,869 വോട്ട് നേടിയാണ് 8-ാം പൊസിഷനിൽ നില ഉറപ്പിച്ചിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ ശരണ്യാണ്. ശരണ്യയുടെ നില വളരെ ഗുരുതരമാണെന്ന് തന്നെ പറയാം. പുറത്തേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. 2,57,105 വോട്ട് നേടിയാണ് ശരണ്യ ഇപ്പോൾ 9-ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഇതിനെല്ലാം മാറ്റമുണ്ടാകും. കാരണം 7, 8, 9 ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ വോട്ടിംഗ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.